അവിടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാവുന്നതേ എനിക്കും അറിയൂ. അല്ലാതെ ഇക്കാര്യത്തിൽ സ്പെഷ്യലായി എനിക്കൊന്നും പറഞ്ഞു തന്നിട്ടില്ല. മുമ്പ് അവൻ തന്നോട് അവിടെയുള്ള തന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും കോവിലകത്തുകാർ കൈമാറി വരുന്ന പാരമ്പര്യ ഔഷധക്കൂട്ടുകൾ പഠിച്ചെടുത്തതിനെ കുറിച്ചുമുള്ള സംശയം പ്രകടമാക്കിയതോർത്ത് ശക്തി പറഞ്ഞു. അതല്ല സത്യമെന്ന് തോന്നിയിട്ടും വീരൻ തർക്കത്തിന് മുതിർന്നില്ല. നന്ദന്റെ സ്വാധീനം ആ തലത്തിൽ ശക്തി അംഗീകരിക്കുന്നില്ലെന്ന് അറിഞ്ഞുകൊണ്ട് അവളെ പ്രകോപിപ്പിക്കാൻ അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തിരക്കിലായി. എല്ലാവർക്കും എന്നെ വലിയ കാര്യവുമാണ്. ചിലപ്പോഴത് ഡോക്ടർ നന്ദഗോപാലിന് എന്നോടുള്ള താല്പര്യം മനസ്സിലാക്കിയിട്ടാകും. ഇതിനിടയിൽ നിഖില ചേച്ചി മിസ്സിംഗ് ആയി. ഇടയ്ക്കൊക്കെ ഡോക്ടറും കുടുംബവും നാട്ടിൽ വരാറില്ലേ? നീ അവരെ ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ലേ? വീരൻ ആകാംക്ഷയോടെ ചോദിച്ചു. അവർ വരുന്ന സമയത്ത് ഞാൻ അവിടേക്ക് പോകാറില്ല. ഒരാഴ്ച കോവിലകത്ത് നിന്നിട്ട് അവർ ടൂറിലായിരിക്കും. അവിചാരിതമായി 1-2 വട്ടം സാറിന്റെ മക്കളെ കണ്ടിട്ടുണ്ട്. എല്ലാവരോടും എന്നതുപോലെ അവർ എന്നോടും മിണ്ടി. അതിനപ്പുറം മറ്റൊന്നുമില്ല. വീണ്ടും ഒരു കണ്ടുമുട്ടൽ ഒഴിവാക്കാൻ എനിക്ക് കഴിയുന്നതൊക്കെ ഞാനും ചെയ്തിട്ടുണ്ട്. ശക്തി പുഞ്ചിരിച്ചു. അത് ചെറിയ കുട്ടികളല്ലേ ശക്തി. മാത്രവുമല്ല, എന്റെ അറിവിൽ അവർക്കറിയാം നീ ആരാണെന്ന്. അവർക്കും അറിയാം, എനിക്കും അറിയാം. പക്ഷേ അവർ തുറന്നു പറയില്ല. പകരം സ്വാതന്ത്ര്യം കൂടുതൽ കാണിക്കും. എനിക്കാണെങ്കിൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ആരോ നമ്മുടെ ജീവിതത്തിൽ കൈകടത്തുന്നത് പോലെ. മുഖം കറുത്തു പറയാൻ കഴിയാത്തതിനാൽ ഞാൻ അവിടെ നിന്ന് മുങ്ങിയ ചരിത്രം മാത്രമേ ഉള്ളൂ. പിന്നെ ജോലിക്ക് കയറിയപ്പോൾ അവധി ദിവസങ്ങൾ മാത്രമേ അവിടേക്ക് പോകാൻ കഴിയുമായിരുന്നുള്ളൂ. പ്രധാന കാര്യത്തിൽ നിന്ന് വിട്ടുപോയി ഭദ്രേട്ട. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് യാതൊരു കാര്യവുമില്ലാത്ത കാര്യങ്ങളാണ്. എന്നെ സംബന്ധിച്ച് ഈ ബന്ധങ്ങളും അതിന്റെ നിലനിൽപ്പുകളും ഒട്ടും പ്രാധാന്യം അർഹിക്കുന്നതല്ല. എന്നാലോ ചിലതൊന്നും തള്ളിക്കളയാൻ കഴിയില്ലെന്ന് മാത്രം. അവൾ ദീർഘശ്വാസം അയച്ചു വിട്ടു. അന്ന് എനിക്കെന്നെ ഉപദ്രവിച്ചവരെ എന്തെങ്കിലും ചെയ്യണമെന്ന തോന്നൽ ശക്തമായിരുന്നു. അതും നിഖില ചേച്ചിയുടെ ഇടപെടലിന് ശേഷം. അഞ്ജുവും രഞ്ജിയേട്ടനും കൂടെ നിന്നു. അതിന് പിന്നിൽ ശക്തി ഒന്ന് നിർത്തി. ഡോക്ടർ നന്ദഗോപാൽ ഉണ്ടായിരുന്നു അല്ലേ? വീരൻ അവളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് ചോദിച്ചു. നിഖില ചേച്ചിയുടെ അധ്യാപകൻ മാത്യു അങ്കിൾ ഡോക്ടറുമായി നേരിട്ട് കണ്ട് കാര്യങ്ങൾ സംസാരിച്ചു. അങ്കിളായിരുന്നല്ലോ ദേവവർമ്മയുടെ പേര് ഒളിപ്പിച്ചുകൊണ്ട് കുര്യന്റെ പേര് വലിച്ചഴിച്ചത്. അതെന്താ സംഭവം? കാര്യങ്ങൾ അറിയാമെങ്കിലും വീരൻ വെറുതെ ചോദിച്ചു. ഭദ്രേട്ടൻ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. മാത്യു അങ്കിൾ ഭദ്രേട്ടന്റെ ഫ്രണ്ടിനെ നേരിട്ട് കണ്ടപ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നല്ലോ. അതിൽ മാത്യു നാരായണനായി മാറിയ കഥ കേട്ടിരുന്നില്ലേ? അത് കേട്ടു. നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ ശക്തി. അവൻ അതിശയത്തോട് ചോദിച്ചപ്പോൾ ശക്തി കണ്ണു ചിമ്മി. ഭദ്രേട്ടന്റെ കൂടെ ഒരു പോലീസുകാരൻ സുഹൃത്തുണ്ട്. എനിക്കൊപ്പവും അതേപോലെയുള്ളവർ ഉണ്ടാകുമ്പോൾ അറിയേണ്ടതൊക്കെ ഞാൻ അറിയാതെ ഇരിക്കില്ലല്ലോ. അത് ശരിയാണെന്നതുപോലെ വീരൻ തലകുലുക്കി. നാരായണൻ എന്ന മാത്യു അങ്കിളിന് എങ്ങനെയോ ദേവവർമ്മയുമായി സൗഹൃദമുണ്ടായിരുന്നു. അതൊരു വെറും സൗഹൃദമായിരുന്നില്ല. ദേവവർമ്മയുടെ മുഖ്യ ഉപദേഷ്ടാവ് കൂടിയായിരുന്നു മാത്യു അങ്കിൾ. ആ സമയത്താണ് അന്നത്തെ റെയ്ഡ് കേസ് ഉണ്ടാകുന്നത്. പ്രതിച്ഛായ തകരുമെന്ന ഭയം ഉണ്ടായിരുന്നെങ്കിലും സൂര്യയുടെ കാര്യത്തിൽ അതൊന്നും പ്രശ്നമില്ലെന്ന ചിന്താഗതിയായിരുന്നു ദേവവർമ്മയ്ക്ക്. അന്ന് മാത്യു അങ്കിളാണ് കുര്യന്റെ മകന് ഉൾപ്പെട്ടതുകൊണ്ട് എല്ലാം അയാളുടെ മേലെ കെട്ടിവെക്കാൻ നിർദ്ദേശിച്ചത്. ഇക്കാര്യത്തിൽ കുര്യന്റെ മകനും മുൻപന്തിയിലുണ്ടായിരുന്നല്ലോ. മാത്രവുമല്ല, മന്ത്രിപുത്രനും സംഘവും പിടിക്കപ്പെട്ട കേസ് കുര്യന്റെ മേലെ കെട്ടിവെക്കാനുള്ള മറ്റൊരു പിടിവള്ളിയായിരുന്നു കുര്യൻ എക്സ് മന്ത്രി ആയിരുന്നുവെന്നത്. ഇപ്പോൾ മനസ്സിലായോ ദേവവർമ്മയുടെ പേര് ഒളിപ്പിച്ചുകൊണ്ട് കുര്യന്റെ പേര് പുറത്തേക്ക് വന്നത് എങ്ങനെയെന്ന്? മനസ്സിലായി. എനിക്കിത് അറിയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായി. അങ്കിളിനോട് എന്റെ കാര്യങ്ങൾ നിഖില ചേച്ചി പറഞ്ഞിരുന്നു. കുര്യന്റെയൊക്കെ ചെറിയ ചലനം വരെ നോക്കിയിരുന്നവർ ഇതൊന്നും അറിയാതെ പോകുന്നില്ലല്ലോ. അതുകൊണ്ട് കാര്യങ്ങളിൽ ഞങ്ങളെക്കാൾ വ്യക്തത നിഖില ചേച്ചിക്കും അങ്കിളിനും ഉണ്ടായിരുന്നു. മാത്യു അങ്കിളിന് അവരോട് എതിരിടാൻ ശക്തരായ ആളുകളെ ഒപ്പം വേണമായിരുന്നു. അങ്ങനെയാണ് സഞ്ജുവേട്ടൻ ഡോക്ടർ നന്ദഗോപാലിന്റെ വേരുകൾ മാന്തി അദ്ദേഹത്തെ അറിയിക്കുന്നത്. സഞ്ജുവോ? അതാരാണ്? പുതിയൊരു കഥാപാത്രത്തെക്കുറിച്ച് കേട്ട വീരന് അതിശയം തോന്നി. പറഞ്ഞു വരുമ്പോൾ ഭദ്രേട്ടന്റെ ബന്ധുക്കൾ തന്നെയാ. എന്റെയോ? അവനിൽ പിന്നെയും അതിശയം നിറഞ്ഞു. അങ്ങനെ ഒരു പേര് പോലും അവൻ കേട്ടിരുന്നില്ല. പെട്ടെന്ന് ഓർമ്മ വന്നത് തന്റെ അച്ചച്ചനെയാണ്. അത് ശക്തിക്കും മനസ്സിലായി. ഈ ബന്ധുത്വം ഭദ്രേട്ടൻ വിചാരിക്കുന്ന വിധത്തിലല്ല. സഞ്ജുവേട്ടൻ ഭദ്രേട്ടന്റെ ശത്രുവുമല്ല. പിന്നെ ആരാണ്?
വീരനിൽ ആകാംക്ഷ നിറഞ്ഞു. വൈദ്യമഠത്തിലെ ജനകന്റെ ഭാര്യയുടെ, അതായത് ഭദ്രേട്ടന്റെ അമ്മമ്മയുടെ സഹോദരന്റെ കുടുംബം. ആ വഴിക്കാണ് സഞ്ജുവേട്ടൻ ഭദ്രേട്ടന്റെ കസിനാകുന്നത്. അമ്മമ്മയുടെ കുടുംബത്തെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല ശക്തി. അമ്മയ്ക്ക് പിന്നാലെ അമ്മമ്മയും മരണപ്പെട്ടിരുന്നല്ലോ. ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയുന്ന പ്രായത്തിലുമായിരുന്നില്ലല്ലോ അന്ന് ഞാൻ, വീരൻ നിരാശയോടെ പറഞ്ഞു. തമിഴ്നാട്ടിലെ തിരുവള്ളൂരായിരുന്നു അവർ താമസിച്ചിരുന്നത്. തന്റെ അച്ഛന്റെ ട്രീറ്റ്മെന്റ് നടത്താൻ വൈദ്യമഠത്തിൽ എത്തിയതാണ് ശ്രീദുർഗയമ്മ. അതിനുശേഷം വൈദ്യം പഠിക്കാൻ വേണ്ടി അവിടെ തന്നെ നിന്നു. അങ്ങനെ അവിടെ വെച്ച് ജാനകിയമ്മയുടെ സഹോദരൻ ജനകനുമായി പ്രണയത്തിലായി. അവർ വിവാഹിതരായി. അവർക്ക് ജനിച്ച മകളാണ് ശ്രീഭദ്ര ജനകൻ, അതായത് ഭദ്രേട്ടന്റെ അമ്മ. ഇതൊക്കെ ഭദ്രേട്ടനും അറിയാലോ. കഥകളൊക്കെ അമ്മച്ചൻ പറഞ്ഞു തന്നിട്ടില്ലേ? എന്റെ ഭാഗം മുഴുവൻ അറിഞ്ഞിരിക്കുന്ന നിന്നോട് ഞാനിനി എന്തു പറയാനാണ് ശക്തി? ആ ചോദ്യത്തിൽ ഒരു പരിഭവം കൂടി നിഴലിച്ചിരുന്നു. എനിക്ക് ഭദ്രേട്ടന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കാൻ ആഗ്രഹമുണ്ടെന്ന് കൂട്ടിക്കോളൂ. പറഞ്ഞു വന്നത് ശ്രീദുർഗി അമ്മയുടെ സഹോദരന്റെ മകനാണ് രമാകാന്തൻ. ഭദ്രേട്ടന്റെ അച്ഛനും കൂട്ടുകാരൻ ജയേന്ദ്രനും ചെന്നൈയിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. വീരൻ മൂളി. അത് രമാകാന്തന്റെ വീട്ടിൽ നിന്നായിരുന്നു. ഭദ്രേട്ടന്റെ അച്ഛനും കൂട്ടുകാരനും കൂടി ദേവകിയെ തേടി നടന്ന കഥയൊക്കെ അറിയാലോ. അന്ന് ദേവകിയെ കണ്ടെത്താൻ സഞ്ജുവേട്ടന്റെ അച്ഛൻ രമാകാന്ത് നിങ്ങളുടെ അച്ഛനെ സഹായിച്ചിട്ടുമുണ്ട്. രമാകാന്ത് ഒരു IPS ഓഫീസർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ആ സ്ഥാനമാണ് ഇവിടെ നാഥിന്റെയും മാത്യുവിന്റെയും ഒക്കെ കഥകളിൽ ഉൾപ്പെട്ടു പോയതിന്റെ കാരണം. അദ്ദേഹത്തിന് മാത്യുവിനെയും അതുവഴി ജെയിംസ് എന്നൊരാളെയും പരിചയമുണ്ടായിരുന്നു. മാത്യു അങ്കിൾ ഒരു മാധ്യമ പ്രവർത്തകൻ മാത്രമല്ല, സ്വന്തമായി പ്രസ് ഉണ്ടായിരുന്ന വ്യക്തിയും കൂടിയാണ്. അപ്പോൾ അവരുടെ പരിചയം ഊഹിക്കാമല്ലോ. പിന്നെ ജെയിംസ്, അയാളിലേക്ക് മാത്യു അങ്കിൾ എത്തിയ വഴി അറിയാലോ. കുര്യന്റെ ആളുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ജെയിംസിന്റെ മുന്നിലെത്തി. ജെയിംസ് അവരെ സംരക്ഷിച്ചു. തിരികെ അവർ പോകാൻ തുടങ്ങുമ്പോൾ അവരുടെ മകൾ ടീനയെ ക്രിസ്റ്റി വിട്ടു നൽകാൻ മടിച്ചതിന്റെ പേരിൽ മറ്റൊരു സ്ഥലത്ത് കൂടിക്കാഴ്ച നിശ്ചയിച്ച ശേഷം അവർ മരണത്തിലേക്ക് ഇറങ്ങി നടന്നു. ആ യാത്രയിൽ മാത്യുവിന് ഭാര്യയെ നഷ്ടമായി. മൃതപ്രായനായ അയാളെ ജെയിംസ് രക്ഷിച്ചു. ശരിയാണോ? ജെയിംസിന്റെ സുഹൃത്തായിരുന്നു കുരിശിങ്കിലെ കുര്യൻ. മാത്യു അങ്കിളിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഇനി ഞാൻ വിശദീകരിക്കേണ്ടല്ലോ. കുര്യനും ദേവനാഥും ചേർന്ന് കൊല്ലാൻ ശ്രമിച്ചതും അവിടെ നിന്ന് ജെയിംസ് രക്ഷിച്ച കഥയുമല്ലേ? ശക്തി അതിനൊരു വിശദീകരണം നൽകാതെ മൂളിക്കൊണ്ട് തുടർന്നു. മാത്യു അങ്കിൾ കണ്ടെത്തിയ തെളിവുകൾ ജെയിംസിനെ ഏൽപ്പിച്ചിരുന്നു. ജെയിംസ് അത് രമാകാന്ത് അങ്കിളിന്റെ കയ്യിൽ കൊടുത്തു. മാത്യു അങ്കിളിനെ രക്ഷപ്പെടുത്താൻ രമയങ്കിൾ മുന്നിലുണ്ടായിരുന്നു. മാത്യു അങ്കിൾ നാരായണനായി മാറിയത് വൈദ്യമഠത്തിൽ വെച്ചാണ്. അതിന്റെ പിന്നിലെ കാരണം ഇപ്പോൾ മനസ്സിലായോ? അങ്കിളിനെയും വൈദ്യമഠത്തിനെയും ബന്ധിപ്പിച്ചത് ജെയിംസ് അല്ല, സഞ്ജുവേട്ടന്റെ അച്ഛനാണ്, രമയങ്കിൾ. മാത്യു അങ്കിളിനെ ഭദ്രേട്ടന്റെ അമ്മച്ചന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് കുര്യനും കൂട്ടർക്കും പിന്നാലെ പോയ സഞ്ജുവേട്ടന്റെ അച്ഛൻ കൊല്ലപ്പെട്ടു. അതോടെ കാര്യങ്ങൾ മനസ്സിലാക്കിയ ജെയിംസ് ആരും അറിയാതെ തന്നെ സഞ്ജുവേട്ടനെ ഏറ്റെടുത്തു. അന്ന് സഞ്ജുവേട്ടൻ എല്ലാ കാര്യങ്ങൾക്കും ഒരു സഹായം ആവശ്യമായിരുന്ന ഘട്ടം കൂടിയായിരുന്നു. രഹസ്യമായ അവരുടെ കൂടിക്കാഴ്ചയിലൂടെ സഞ്ജുവേട്ടനും ക്രിസ്റ്റിയും തമ്മിലെടുത്തു. സഞ്ജുവേട്ടന്റെ ഉറ്റ സുഹൃത്തായിരുന്നു ക്രിസ്റ്റി. ടീന സഞ്ജുവേട്ടന്റെ ആരായിരുന്നു എന്നറിയുമോ? നാഥിനോട് സഞ്ജുവേട്ടനുള്ള ദേഷ്യത്തിന്റെ പ്രധാന കാരണം അറിയുമോ? വീരൻ ഇല്ലെന്നതുപോലെ തലയാട്ടി. സഞ്ജുവേട്ടന്റെ വെളിപ്പെടുത്താതെ പോയി പ്രണയമായിരുന്നു ക്രിസ്റ്റീന. പഠിച്ചു ജോലിയൊക്കെ വാങ്ങിയിട്ട് നിന്റെ ടീനയെ എനിക്ക് തന്നേക്കണമെന്ന് സഞ്ജുവേട്ടൻ ക്രിസ്റ്റിയോട് പറഞ്ഞു വെച്ചിരുന്നു. ക്രിസ്റ്റി വാക്കും നൽകി. വീരൻ ഞെട്ടലോടെ അവളെ നോക്കി. നാദ് ഉപയോഗിക്കുന്ന ഒരു മുഖമുണ്ട്, ക്രിസ്റ്റിയുടേതെന്ന് തോന്നിപ്പിക്കുന്ന മുഖം. ഭദ്രേട്ടന്റെ അറിവിൽ ക്രിസ്റ്റിയുടെ പേരും ദേവനാഥിന്റെ വ്യക്തിത്വവുമാണ് കുരിശിങ്കലിൽ കണ്ട ക്രിസ്റ്റി എന്ന ദേവനാഥ്, അല്ലേ? അതുകൂടാതെ നാദിന് ഒരു മുഖമുണ്ട്, ക്രിസ്റ്റിയുടെ മുഖം. പലപ്പോഴും അയാൾ ആ മുഖം മൂടി ഉപയോഗിക്കാറുണ്ട്. ആ മുഖം യഥാർത്ഥ ക്രിസ്റ്റിയുടേതാണെന്ന് സഞ്ജുവേട്ടന് തോന്നിയിട്ടുണ്ടെങ്കിലും സത്യത്തിൽ അങ്ങനെ ഒരാളുണ്ട്. ഇന്ത്യക്ക് വെളിയിൽ പടർന്നു കിടക്കുന്ന ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ തലവൻ. അയാളുടെ മുഖം എന്തിനു ദേവനാഥ് ഉപയോഗിക്കുന്നു എന്നൊരു സംശയം സഞ്ജുവേട്ടനുണ്ട്. അതിനു പിന്നാലെ അഞ്ജുവും ചില അന്വേഷണങ്ങൾക്കായി പോകേണ്ടി വന്നിരുന്നു. എന്നിട്ടെന്താ? അതൊന്നും എന്നോട് പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ലല്ലോ. അവർക്ക് പറയണമെന്ന് തോന്നുമ്പോൾ പറയും. ഞാൻ കിഴിഞ്ഞു ചോദിക്കാറില്ല. ശക്തി ബുദ്ധിപരമായി മറുപടി നൽകി. വീരനത് വിശ്വസിച്ചതുപോലെ മൂളി. പക്ഷേ
വൈദ്യമഠത്തിൽ ആരും ഇങ്ങനെയൊരു പേര് ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ ശക്തി. രമാകാന്തൻ, സഞ്ജയ്, ഇതൊന്നും എന്റെ ഓർമ്മയിൽ പോലും വരുന്നില്ല. ശക്തി പറഞ്ഞ ആ ബന്ധം അവനത്ര വിശ്വസനീയമായി തോന്നിയിരുന്നില്ല. കാരണം വൈദ്യമഠം ഇപ്പോൾ നോക്കി നടത്തുന്നത് ശ്രീഭദ്രയുടെ അമ്മയുടെ സ്വന്തം സഹോദരന്റെ മക്കളാണ്. അതായത് വീരന്റെ അമ്മാവന്റെ മക്കൾ. അവരോടൊന്നും വലിയ അടുപ്പമില്ലെങ്കിൽ പോലും അത്ര അകൽച്ചയും വീരനില്ല. അവന്റെ വിദേശവാസവും ജോലിയും ഉൾപ്പെടെ അവിടെയുള്ളവരുടെ സഹായം കൊണ്ടുകൂടിയായിരുന്നുവല്ലോ. അവരാരും ഇങ്ങനെയൊരു കസിന്റെ കാര്യം പറഞ്ഞിട്ടുമില്ല. തുടരും.